ശിവായ. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. അപ്പോൾ നമ്മുടെ ലെസൺസ് എല്ലാം കഴിഞ്ഞു. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം മക്കൾ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ച് എക്സ്ട്രാ എന്ന് വെച്ചാൽ ഗ്രാമർ പാർട്ടും അതേപോലെ കോമ്പോസിഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം നമുക്ക്. അപ്പോൾ ഇന്ന് മിസ്സ് പഠിപ്പിക്കുന്നത് പിക്ചർ കോമ്പോസിഷനാണ്. ചിത്രലേഖൻ എന്ന് പറയും ഹിന്ദിയിൽ, ചിത്രലേഖൻ. സോ ഇവിടെ ഒരു പിക്ചർ കാണുന്നുണ്ട് നിങ്ങളെല്ലാവരും അല്ലേ? ഒരു കുളം കാണുന്നുണ്ട്, ഒരു തടാകത്തിൻ്റെ കരയിലായിട്ട് കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ട്. അവിടെ അവർ ഫുഡ് കഴിക്കുന്നുണ്ട്, പിന്നെ സംസാരിക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് പക്ഷികളെ കാണാം, മരങ്ങളുണ്ട് അല്ലേ? അപ്പോൾ പുൽമേടുണ്ട് ഒക്കെ. അപ്പോൾ പിക്ചർ കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ ആ പിക്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോമ്പോസിഷനാണ്. എന്ന് വെച്ചാൽ ഒരു 4-5 ലൈൻസ് എഴുതിയാൽ മതി. പക്ഷേ അതിൽ സാധാരണ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ നിന്ന് എഴുതുന്ന പോലെ യഹേക്ക് ചിത്ര ഹേ, യഹേക്ക് സുന്ദർ ചിത്ര ഹേ, യഹാ ഏക്ക് ചിടിയാ ഹേ, ലഡ്കാ ഹേ, ലഡ്കി ഹേ ഇങ്ങനെ എഴുതാതെ ആ പിക്ചർ കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ വേണം എഴുതാൻ. ഓക്കെ. ഇപ്പോൾ എക്സാമ്പിളിന് മിസ്സ് പറഞ്ഞുതരാം. ഈ ചിത്രം നോക്കിയിട്ട് നിങ്ങൾ എഴുതേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ കുട്ടികൾ എല്ലാവരും പിക്നിക്ക് ഇഷ്ടപ്പെടുന്നവരാണല്ലേ, ടൂർ പോകാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഇതും ഒരു പിക്നിക്കിന് പോയ ചിത്രമാണ്. അപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ നിങ്ങൾക്ക് എന്തെഴുതാം? सभी बच्चे पिकनिक के लिए जाना पसंद करते हैं. सभी बच्चे पिकनिक के लिए जाना पसंद करते हैं और पिकनिक पसंद करते हैं. बच्चे पिकनिक पसंद करते हैं. यहाँ भी पिकनिक पर गए बच्चों का चित्र है, അല്ലെങ്കിൽ यह एक पिकनिक का चित्र है. यहाँ कुछ बच्चे एक झील के किनारे बैठकर खेल रहे हैं. എന്ന് വെച്ചാൽ ഒരു തടാകത്തിൻ്റെ കരയിലിരുന്നും കൊണ്ട് झील के किनारे बैठकर खेल रहे हैं और बातें कर रहे हैं. സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, കളിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. ഓക്കെ. അപ്പോൾ അവർ ഭക്ഷണം കഴിക്കുന്നു എന്നാണ് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ ഉസ്കെ സാത്ത് സാത്ത് കുച്ച് ഖാ ബി രഹേ ഹേ എന്ന് പറയാം അല്ലേ? ആ സംസാരത്തിൻ്റെ കൂടെ ബാത്തേം കർണേക്കെ സാത്ത് സാത്ത് സംസാരം ചെയ്യുന്നതിനോടൊപ്പം, സംസാരിക്കുന്നതിനോടൊപ്പം കുച്ച് ഖാ ബി രഹേ ഹേ എന്ന് പറഞ്ഞാൽ ഖാന എന്ന് പറഞ്ഞാൽ തിന്നുകൊണ്ടിരിക്കുക അല്ലേ? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെയോ പ്രാകൃതിക സുന്ദരതാ സേ ഭർപൂർ പ്രദേശ് ഹേ. यह പ്രാകൃതിക സുന്ദരതാ സേ ഭർപൂർ. ഏക്ക് പ്രകൃതി രമണീയമായ എന്നുള്ളതാണ് പ്രാകൃതിക സുന്ദരതാ സേ എന്ന് പറയുന്നത്. ഭർപൂർ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും പ്രകൃതി സൗന്ദര്യത്തിൽ മുഴുകിയ ഒരു പ്രദേശമാണ്. പ്രാകൃതിക സുന്ദരതാ സേ ഭർപൂർ പ്രദേശ്. പിന്നെയോ യഹാ കുച്ച് പക്ഷിയാ ഭി ദിക്കായി ദേ രഹാ ഹെ. ഇവിടെ പിന്നെ എന്താണുള്ളത്? കുറച്ച് പക്ഷികൾ അല്ലേ? പക്ഷികളെയും കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. झील के पास खेलने का मैदान भी है. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു പുൽമേട് കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ കളിക്കാനുള്ള മൈതാനം കൂടിയുണ്ട്. ബच्चे बहुत मज़े से पिकनिक का आस्वादन करते हैं. കുട്ടികൾ വളരെ ഹാപ്പി ആയിട്ട് പിക്നിക്ക് ആസ്വദിക്കുന്നുണ്ട്. ഓക്കെ. സോ ഈ പിക്ചർ നോക്കിയിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ എഴുതാം. അപ്പോൾ നിങ്ങളുടെ ബുക്കിൽ ഈ പിക്ചർ നോക്കിയിട്ട് ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കുക. അതേപോലെ മിസ്സ് വേറൊരു ക്വസ്റ്റ്യൻ തരും. ആ ക്വസ്റ്റ്യന് അനുസരിച്ചിട്ട് ആ ഒരു പിക്ചർ കോമ്പോസിഷൻ്റെ ഒരു പിക്ചർ തരും. ആ പിക്ചറിനനുസരിച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു 5 സെൻറ്റൻസ് എഴുതണം. ഓക്കെ. മിസ് ഒന്നുകൂടി പറഞ്ഞുതരാം. ചിത്രത്തിൽ കാണുന്നത് നോക്കിയിട്ട് ഈ ചിത്രത്തിനെ പറ്റി എഴുതുകയാണ് വേണ്ടത്. ഈ ചിത്രം എന്താണെന്ന് എഴുതുകയാണ് വേണ്ടത്. സോ
സഭി ബच्चे പിക്നിക് പസന്ദ് കർത്തേ ഹെ എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളും പിക്നിക്ക് ഇഷ്ടപ്പെടുന്നവരാണ്. യഹാം ഭി പിക്നിക് പർ ഗയേ ബച്ചോं का ചിത്ര ഹെ. ഇതിൽ പിക്നിക്കിന് പോയ കുട്ടികളുടെ പിക്ചറാണ് കാണുന്നത്. ബच्चे झील के किनारे बैठकर खेल रहे हैं. കുട്ടികൾ ഒരു അരുവിയുടെ അല്ലെങ്കിൽ ഒരു തടാകത്തിൻ്റെ കരയിൽ ഇരുന്നിട്ട് കളിക്കുകയാണ്. ഉസ്കെ സാത്ത് സാത്ത് കുച്ച് ഖാ ഭി രഹേ ഹെ. അതിൻ്റെ കൂടെ അവരെന്തൊക്കെയോ കഴിക്കുന്നുമുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണേൽ പറയാം ദോ ബच्चे झील में खेल रहे हैं അല്ലേ. രണ്ട് കുട്ടികൾ മൈതാനത്തിൽ ആ झील ആ വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. പിന്നെയോ പ്രാകൃതിക സുന്ദരതാസെ ഭർപൂർ പ്രദേശേ. അത്യധികം പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. യഹാ കുച്ച് പക്ഷിയാ ഭി ദിക്കായി ദേ രഹാ ഹെ. ഇവിടെ കുറച്ച് പക്ഷികളെയും കാണാൻ സാധിക്കും. झील के पास खेलने का मैदान भी है. ഈ झीലിൻ്റെ അടുത്തായിട്ട് खेलने का मैदान भी है. കളി സ്ഥലവും കൂടിയുണ്ട്. പിന്നെയോ बच्चे बहुत मज़े से पिकनिक का ആസ്വാദൻ करते हैं. കുട്ടികൾ വളരെ സന്തോഷത്തോടെ പിക്നിക്ക് ആസ്വദിക്കുന്നു. അപ്പോൾ ഇതേപോലെയാണ് മക്കൾ അടുത്ത മിസ് തരുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസറും എഴുതേണ്ടത്. ഓക്കെ. അപ്പോൾ ചിത്രലേഖനിൽ മിസ് തരുന്ന പിക്ചർ നോക്കിയിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം.